ഹലോ വോയിസ്, ഞാനാണ് ഇൻട്രോവേർട്ടൻ. അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? അപ്പോൾ തിയേറ്ററിൽ ഞാനൊരു പടം കാണാൻ വന്നിരിക്കുകയാണ്. ഏത് പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റ് തപ്പി പിടിച്ചിരുന്നത്. പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഡയറക്റ്റ് ഒന്ന് ബുക്ക് ചെയ്തുകൊണ്ട് എനിക്ക് സൈഡ് സീറ്റാണ് കിട്ടിയത്, ഏറ്റവും കോർണർ സീറ്റ്. ഇനി സിനിമ തുടങ്ങാൻ ഒരു 5 മിനിറ്റും കൂടെ ബാക്കിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സിനിമ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഈ സിനിമ കണ്ണടക്കി ശല്യമാണ്. ഈ ലൈറ്റും കത്തിച്ചോണ്ട് വരെ സമയത്ത് സീറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. എന്താടാ വണ്ടിയിലൊരു വെളിച്ചം? അത് മിന്നാമിനിങ്ങിന് ഇത്രയും വെട്ടോ? അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് ഇന്റർവെൽ ആയി. എല്ലാം കഴിക്കാൻ വേണ്ടി പുറത്തുനിന്ന് സാധനം പോയ. പക്ഷെ പിന്നെ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കിട്ടിലും സിനിമയാണ്. തിയേറ്ററിൽ വാച്ച് എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിൽ തന്നെ പോയി കാണും. OTT പോയൊന്നും കണ്ട് കളയല്ലേ കൈസ്. പിന്നെ ഋഷഭ് ഷെട്ടിയാണ് ഇതിന് മെയിൻ കാരണം. ഇത്രയും പഠിച്ചില്ല കിട്ടിലായിട്ട് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലും കിട്ടിലായിട്ട് പുള്ളിക്കാരി അഭിനയിച്ചിട്ടുണ്ട്. ഡയറക്ഷനൊക്കെ കിട്ടുവാണ്. പിന്നെ ആർട്ട് വർക്ക് സി ജെ എടുത്ത് പറയണതാണ്. VFX ഒക്കെ ടോപ്പിന് വെച്ച് VFX ആണ്. ഈ പുതിയൊരു VFX ഒക്കെ കിട്ടില്ലായിരുന്നു. ഞാൻ നമ്മളെ ചേരാൻ പറ്റുന്ന കിട്ടിലും വേഷം കിട്ടിയിട്ടുണ്ട് കുറേ നാൾക്ക് ശേഷം. അതും ഒരു കിട്ടിലും വേഷമായിരുന്നു. ഇൻട്രസ്റ്റിൽ അഭിനയിച്ചത് കാട്ടി ഇത് കൊള്ളായിരുന്നു വേഷം. നമ്മളെ രുക്മിണിയാണോ ലോകത്തോരെ പെണ്ണിനെ വിശ്വസിക്കരുത്. പുള്ളിക്കാരിക്ക് നല്ല പെർഫോമൻസ് ആണ് കിട്ടിയിരുന്നത്. കിട്ടിയ റോൾ കിട്ടില്ലായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ പടം നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാരണം അത്രയ്ക്കും നല്ല കളർ ഗ്രേഡിങ് ഇതിന്റെ ടെക്നിക്കിന്റെ ഒക്കെ ടോപ്പ് വെച്ചായിരുന്നു. പിന്നെ പടത്തിന്റെ ഫ്രണ്ടിനും ഈ ലാസ്റ്റത്തെ കാര്യമൊന്നും കറക്റ്റ് മനസ്സിലായില്ല. കാരണം ഫോക്ലോറും കൾച്ചർ നമുക്ക് അത്ര പിടിയില്ല. പടം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇനി വീട്ടിൽ പോകാനാണ്. അപ്പൊ ഇന്നത്തെ പരിപാടി ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു ബ്ലോഗാണ് വരെ. ബൈ ഗൈസ്.